നമസ്തേ. അമേ നാരായണ. ഇന്ന് നമ്മളിവിടെ കർമ്മ തടസ്സം മാറാൻ, അതായത് കർമ്മ തടസ്സം എന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയിട്ട് ജോലി ഉണ്ടായിട്ടും ജോലി ചെയ്യാൻ പറ്റാതെ, ഇപ്പം പത്തിൽ ശനി, അതായത് കണ്ടകശനി ഉള്ളവർക്കൊക്കെ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇടവക്കൂറുകാരായ കാർത്തികയുടെ അവസാനം 3 പാദവും രോഹിണിയും മകയിരത്തിൻ്റെ അരയും വരുന്നവർക്ക് കർമ്മ തടസ്സമാണ്. അപ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ പറ്റും, പക്ഷേ ജോലിയിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ വരും. പിന്നെ ചിലർക്ക് ജോലി ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ നിമിത്തം ജോലി ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ജോലി സ്ഥലത്ത് ചില മാനസിക ബുദ്ധിമുട്ടുകൾ, ചില യാത്രാ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് ആ കഷ്ടതകളെല്ലാം അവഗണിച്ചുകൊണ്ട് എല്ലാം മനസ്സിൽ ഇതൊക്കെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, എനിക്കിതൊക്കെ മാറ്റി വയ്ക്കാൻ കഴിയും, ഞാൻ എൻ്റെ കർമ്മത്തിൽ മുഴുകും, എല്ലാ കർമ്മ തടസ്സങ്ങളും മാറ്റി ഞാൻ ഇന്നു മുതൽ ജോലിക്ക് പോകും എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി, ഒരു ബലം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഈ താഴെ പറയുന്ന മന്ത്രമൊന്ന് ജപിച്ച് നോക്കാം. ഇനി വർക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് കാത്തിരിക്കുകയാണ്, ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നവരും, മറ്റ് പല പരീക്ഷ ഇതിങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ സെലക്ഷൻ മെമ്മോ വന്നിട്ടില്ല, അഡ്വൈസ് മെമ്മോ വന്നിട്ടില്ല, അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നവർ, പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് കോളിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെ പലരുമുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ കർമ്മത്തിൽ വന്നിരിക്കുന്ന തടസ്സം മാറ്റുന്നതിന് നമ്മൾ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രാർത്ഥനകൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. നമുക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഈ ജോലി കിട്ടിയേ പറ്റൂ, നമുക്ക് ഈ ജോലിക്ക് പോയേ പറ്റൂ, നമുക്കൊരു കുടുംബമുണ്ട്, ആ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വേണമെങ്കിൽ തീർച്ചയായും നമുക്ക് ജോലി വേണം, ആ ജോലിക്ക് നമ്മൾക്ക് പോകണം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോരുത്തരും നമുക്ക് വഴിപാടുകൾ ചെയ്യുന്നതിനും പണം ആവശ്യമുണ്ട്, പക്ഷേ ഉപാസനയ്ക്കും പ്രാർത്ഥനയ്ക്കും നമ്മളുടെ മനസ്സ് മാത്രം മതി. ഒരു 10 നിമിഷം അതിനായി നിത്യവും ചെലവഴിക്കൂ. അപ്പോൾ തീർച്ചയായും കർമ്മ തടസ്സം മാറിക്കിട്ടും. അശ്വാരൂഢ മന്ത്രം എന്ന് പറയുന്ന ഈ മന്ത്രം ഒന്ന് ജപിച്ചു നോക്കൂ. തീർച്ചയായിട്ടും ദിവസങ്ങളുടെ എണ്ണം ഞാൻ പറയുന്നില്ല, ജോലി കിട്ടുന്നത് വരെ ഞാൻ ഈ മന്ത്രം ജപിക്കും എന്നങ്ങ് തീരുമാനിക്കുക. ഓരോരുത്തരുടെ കർമ്മ തടസ്സം മാറിക്കിട്ടുന്നത് വരെ എണ്ണം പറയുന്നില്ല, ഇഷ്ടമുള്ളത്രയും ദിവസം നിങ്ങൾ ജപിക്കൂ. തീർച്ചയായും ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് തുടരുന്നതിനും ഈ മന്ത്രം ജപിക്കാം. വളരെ കുറച്ച് വരികളേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ആദ്യം ഒരു ദേവതയെ മനസ്സിൽ കാണണം. തൊഴിൽ തടസ്സം മാറാൻ കർമ്മത്തിൽ കുടികൊള്ളും ധൈര്യലക്ഷ്മി, എൻ്റെ സകല ദുരിതങ്ങളും കഷ്ടതകളും തീർത്ത് എന്നെ കർമ്മരംഗത്ത് ശോഭിപ്പിക്കണമേ തായേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അശ്വാരൂഢ ദേവതയെ മനസ്സിൽ കുടിവയ്ക്കുക. ആരൂഢമായ കുതിരവാഹനദേവി, കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന കുതിരവാഹിനിയായ ദേവി അമ്മ ഒരിടത്ത് ഇരിക്കുകയല്ല, കുതിരപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മയെ മനസ്സിൽ വിളിക്കുകയാണ്. എന്നിട്ടോ അമ്മയെ മനസ്സിൽ വിളിക്കുന്നതിന് മുമ്പ് ആ മന്ത്രത്തിൻ്റെ ഋഷിയെ നമുക്കറിയണം. ശക്തിയാണ്. ശക്തി ഋഷി വിരാട് ഛന്ദസ് അശ്വാരൂഢ ദേവത. ഋഷിയുടെ പേര് പറയുമ്പോൾ ശിരസിൽ ഒന്ന് തൊടും, സഹസ്രാരത്തിലും തൊട്ടു, പിന്നെ മൂക്കിൻ്റെ താഴെ ഛന്ദസ്സിൻ്റെ പേര് പറയുമ്പോൾ വിരാട് ഛന്ദസ്. അപ്പം ശക്തി ഋഷി വിരാട് ഛന്ദസ് അശ്വാരൂഢ ദേവത. ഹൃദയത്തിൽ തൊട്ടു. ആ അശ്വാരൂഢ കുതിരവാഹിനിയായ ദേവിയുടെ രൂപം ഒന്ന് മനസ്സിലേക്ക് പതിഞ്ഞു. എന്നിട്ട് ശക്തി ഋഷി വിരാട് ഛന്ദസ് അശ്വാരൂഢ ദേവത. ഓം ആം ഹ്രീം ക്രോം ഏഹ്യേഹി പരമേശ്വരി സ്വാഹ. ഓം ആം ഹ്രീം ക്രോം ഏഹ്യേഹി പരമേശ്വരി സ്വാഹ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ശമ്പരം പടിഞ്ഞിരുന്ന് നല്ല ധ്യാനത്തിലിരിക്കുന്നത് പോലെ ആദ്യം മന്ത്രമൊന്ന് കാണാതെ പഠിക്കുക. വളരെ കുറച്ച് 4 വാക്കുകളേ ഉള്ളൂ, ബീജാക്ഷരങ്ങളേ ഉള്ളൂ. അത് പ്രാർത്ഥിച്ച് മനസ്സിൽ പഠിച്ചതിന് ശേഷം ധ്യാനിക്കുക. ഒരു 5 മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് നേരം, എത്ര പ്രാവശ്യം ചെല്ലുന്ന എണ്ണ ഒന്നും വേണ്ട. ആ ദേവതയെ, കുതിരവാഹനയെ, ദേവിയെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഹൃദയത്തിലേക്ക് വേണം ആ വരികൾ ഇങ്ങനെ വരാൻ. ധ്യാനിച്ചുകൊണ്ട്
ഒരു പ്രാവശ്യം മാത്രം ശക്തി ഋഷി വിരാട് ചന്ദ്ര സസ്വാരൂഢ ദേവത എന്ന് പറഞ്ഞാൽ മതി. പിന്നെ മന്ത്രം മാത്രം ചൊല്ലുക. ഓം ആം ഹ്രീം ക്രോം ഏഹ്യേഹി പരമേശ്വരേ സ്വാഹ. ഇത് ശബ്ദം ഇങ്ങനെ പുറത്തേക്കൊന്നും വരണ്ട, ഹൃദയത്തിൽ തന്നെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. നമ്മൾ നെറ്റിയിൽ നിന്നും താഴെ നമ്മൾ കണ്ണുകൊണ്ട് നമ്മുടെ മുകളിൽ ആ രണ്ട് പിരികങ്ങൾക്കിടയിലുള്ള ഇതിലേക്ക് നിങ്ങളുടെ എല്ലാ ദൃഷ്ടികളും പതിയണം. കണ്ണിങ്ങനെ അടച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ നെറ്റിത്തടത്തിൽ ആ പിരികച്ചെടിൻ്റെ അവിടെയുള്ള ആ ഇതിലേക്ക് നമ്മളിങ്ങനെ നോക്കുക. അവിടെയാണ് നമ്മളുടെ തേജസ്. അപ്പം നമുക്ക് കാണാം ആ അമ്മ കുതിരവാഹിനിയായ ദേവി ഇങ്ങനെ പ്രകാശഗോളമായി വരുന്നത് കാണാൻ പറ്റും. ആ പ്രകാശം നിറയുമ്പോൾ നമുക്ക് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ അമ്മയെ നമസ്കരിച്ചുകൊണ്ട് എഴുന്നേൽക്കാം. എഴുന്നേൽക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് നമസ്കരിക്കണം. അമ്മയെ മനസ്സിൽ കുടിവെച്ചിട്ടാണ്. വിളക്ക് വേണ്ട, പ്രാർത്ഥന പൂജാ ദ്രവ്യങ്ങളൊന്നും ആവശ്യമില്ല. മനസ്സിൽ മാത്രം ചെയ്യൂ. തീർച്ചയായിട്ടും അതിന് സാധിക്കും. ഒരു 3 മിനിറ്റ് സമയം നമ്മൾ ചിലവഴിക്കുക. കുളിച്ച് ശുദ്ധമായിട്ട് വേണം എന്ന് മാത്രം. നമ്മുടെ മനസ്സ് ശുദ്ധമാക്കണം. ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. തീർച്ചയായിട്ടും അമ്മ ഫലം തരും. ഒരു ജോലി നമുക്ക് എത്രത്തോളം മഹത്വമുണ്ടോ അത്രത്തോളം മഹാത്മ്യത്തോടുകൂടി മക്കൾക്ക് വേണ്ടി അമ്മമാർക്ക് ചെയ്യാം, ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് ചെയ്യാം, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് ചെയ്യാം, അച്ഛന് ചെയ്യാം, ആർക്കും ചെയ്യാം. പക്ഷെ ചെയ്യുന്നവർ ഭക്തിയോടുകൂടി ചെയ്യണമെന്ന് മാത്രം. ഒരു ക്ഷേത്രങ്ങളിൽ ഓടിപ്പോവണ്ട, വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ഈ മന്ത്രം നിങ്ങൾ ജപിക്കൂ. എല്ലാ ഐശ്വര്യവും അമ്മ തരും.